Hi all, welcome to Tools Academy. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന HSA ഫിസിക്കൽ സയൻസിന്റെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അനാലിസിസിന്റെ കൂടെ തന്നെ നമ്മുടെ ടൂൾസ് അക്കാഡമിയിൽ ചോദിച്ചിരിക്കുന്ന നമ്മൾ നോട്ടുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന വിത്ത് പ്രൂഫ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഏകദേശം 40ൽ 23 ക്വസ്റ്റ്യൻസ് ഡിറ്റോ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പഠിപ്പിച്ചത്. മറ്റുള്ള ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ആ പഠിപ്പിച്ച കൺസെപ്റ്റുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിക്കുകയോ അപ്ലൈ ചെയ്യുകയോ ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ. ചില സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിച്ച് നമുക്ക് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്തെടുക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എക്സാം ഹാളിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. അപ്പം ഞാൻ തുടക്കം തൊട്ടേ നമ്മുടെ കുട്ടികളോട് പറയുന്നതാണ്, നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പം അത് ചെയ്യാത്ത കുട്ടികൾക്കാണ് ഈ എക്സാം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. എളുപ്പത്തിൽ അറിയുന്ന ഒരു ചോദ്യം, നമ്മൾ പഠിപ്പിച്ച ഒരു ചോദ്യം നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാമിനുള്ള പോസിബിലിറ്റി അത്രയും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു PSC എക്സാമിൽ നമ്മളെ മുന്നിലോട്ട് വരുത്തുന്നത്. അതിന് വീഴ്ച വരുത്തിയിട്ടുള്ളവർ കറക്റ്റായിട്ടുള്ള റിവിഷൻ ചെയ്യാത്തവരാണ്. ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷം പെട്ടെന്ന് ഓടിച്ചു വിട്ട് പഠിക്കുന്നവർ, പെട്ടെന്നുള്ള റിവിഷൻ കറക്റ്റായിട്ടുള്ള റിവിഷൻ ചെല്ലുന്നില്ല. നമ്മളൊരു PSC എക്സാം എന്ന് പറയുമ്പോൾ കണ്ണടച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പഠിത്തം ചെന്നാൽ മാത്രമേ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും തെറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ പ്രിപ്പറേഷൻസ് നടത്തിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഫിസിക്സ് എക്സാം ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചവർ, ഒന്നും എക്സ്ട്രാ ഇൻപുട്ട് ഇടാതെ തന്നെ ഇവിടെ പഠിപ്പിച്ച നോട്ടുകളും നമ്മുടെ ക്ലാസ്സിനെയും പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തവർക്ക് ഒരു നല്ല സ്കോർ തീർച്ചയായിട്ടും. കെമിസ്ട്രിയിൽ 10-32ഓളം ക്വസ്റ്റ്യൻ ഇവിടെ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സ് 23ഓളം ക്വസ്റ്റ്യൻ വേറെ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 50+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു ലെവലിൽ 50+ കിട്ടാത്തവർ പ്രോപ്പർ ആയിട്ടുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട് ഇട്ടില്ല എന്ന്, ഹാർഡ് വർക്ക് ചെയ്തില്ല എന്ന് പറയുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്ത് ഒത്തിരി പേരുണ്ടായിരിക്കും, പക്ഷെ പഠിക്കേണ്ട രീതിയിലല്ല, പ്രോപ്പർ ഇൻപുട്ട് ആയിട്ടല്ല, പ്രോപ്പർ ആയിട്ടുള്ള അവർ വർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി അല്ല വർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ തിരിച്ചറിയുക. ആദ്യമായിട്ട് PSC എഴുതുന്നവർക്കൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അവർക്കൊന്നും ചിലപ്പോൾ ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇതിൻ്റെ അനുഭവം അടുത്തൊരു PSC എക്സാമിൽ നിങ്ങൾക്ക് എപ്പോഴും മുതൽക്കൂട്ടാവണം. ഓക്കെ, അപ്പം ഒരു വീഴ്ചയിൽ നിന്ന് അടുത്തൊരു സക്സസ്സിലേക്കായിരിക്കണം നമ്മൾ പോകേണ്ടത്. കറക്റ്റായിട്ട് എങ്ങനെ PSC എക്സാം പഠിക്കണം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു HSA എക്സാമിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, വർക്കൗട്ട് ചെയ്യണം, എല്ലാം ശരിയാണ്. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ വിട്ടുകൊണ്ടായിരിക്കരുത് നമ്മൾ അത്തരത്തിലുള്ള വർക്കിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 100 മീറ്റർ നീളമുള്ള ഒരു ഭാവി ബഹിരാകാശ കപ്പൽ 0.6 വേഗതയിൽ ഭൂമിയിലേക്ക് കടന്നു പോകുന്നു. കപ്പലിനുള്ളിരിക്കുന്ന കമാൻഡർ ലൈറ അതിന്റെ നീളം 100 മീറ്റർ ആണെന്ന് അളക്കുന്നു. അതേസമയം ഭൂമിയിലെ നിരീക്ഷണാലയത്തിൽ നിന്ന് വീക്ഷിക്കുന്ന ഡോക്ടർ റേ കപ്പലിന്റെ നീളം സ്വന്തമായി അളക്കുന്നു. ഡോക്ടർ റേ നടത്തിയ നിരീക്ഷണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ കൺസെപ്റ്റ് നമ്മൾ ഇതേപോലെ ഫ്രീക്വന്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഡോക്ടർ റേ 100 മീറ്റർ താഴെ അളക്കുന്നു. ലെങ്ത് കോൺട്രാക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ തന്നെ ഈ എയും ബിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം അല്ലെ. പിന്നെ ഓപ്ഷൻ സി ആണ്, കാരണം അദ്ദേഹത്തിന്റെ ഫ്രെയിമിൽ കപ്പൽ ചലിക്കുകയും നീള സങ്കോചത്തിന് വിധേയമാവുകയും ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രെയിമിലാണ് കപ്പൽ ചലിക്കുന്നത് അല്ലെ. ആ ഒരു കൺസെപ്റ്റും കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നമുക്ക് ക്ലിയർ ആവും അല്ലെ. അത് അറിയാമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സിയിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഒരു ബഹിരാകാശ പേടകം 0.8c വേഗതയിൽ ഭൂമിയിലേക്ക് നേരിട്ട് നീങ്ങുന്നു. ഇവിടെ c എന്നത് പ്രകാശ വേഗതയാണ്. അത് സ്വന്തം ഫ്രെയിമിൽ F = 1 × 10⁹ ഹെർട്സ് ആവൃത്തിയുള്ള ഒരു റേഡിയോ സിഗ്നൽ പുറപ്പെടുവിക്കുന്നു. ഭൂമിയിലെ നിരീക്ഷകൻ അളക്കുന്ന സിഗ്നലിന്റെ ആവൃത്തി എന്താണ്? അപ്പൊ അത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഡോപ്ലർ ഇഫക്റ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക കേട്ടോ. ഈ രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. F = F0 × √1 + V/c/1 - V/c. ഇക്വേഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 × 10⁹ ഹെർട്സ് എന്നാണ് നമുക്ക് ആൻസർ വരിക അല്ലെ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അധികം ഡീറ്റെയിലിംഗിലേക്ക് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തതിന്റെ വ്യാസം എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടി വ്യാസമുള്ള രണ്ടാമത്തെ സമാനമായ അതേ ബലം F ഉപയോഗിച്ച് നീട്ടുന്നു അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ അറിയാം അല്ലെ. ആ ഇക്വേഷനിൽ y = F/a delta L/L. അപ്പൊ FL/a delta
അല്ലെ? അപ്പൊ ഏരിയ ആയിട്ട് എങ്ങനെയാ റിലേഷൻ വരുന്നത്? ഇൻവേഴ്സ് ആണ്. അതേപോലെ ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആ വരുന്നത് അല്ലെ? അപ്പൊ പൈ ആർ സ്ക്വയറിൽ ആറിന്റെ സ്ക്വയർ വരും. അപ്പൊ എന്താ? നീളം വിസ്തീർണത്തിന് വിപരീത അനുപാതത്തിലായതിനാൽ കട്ടിയുള്ള വയർ കുറയുന്നു, അതിന്റെ വിസ്തീർണം 4 മടങ്ങ് വലുതാണ് അല്ലെ? അപ്പൊ 2 ടൈംസ് എന്ന് പറയുമ്പോൾ റേഡിയസ് 2r ദി ഹോൾ സ്ക്വയർ വരും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6 ആരമുള്ള ഒരു കാപ്പിലറി 20 ഡിഗ്രി സെൽഷ്യസിൽ h ഉയരമുള്ള ജലവർദ്ധനവ് കാണിക്കുന്നു. താപനില വർദ്ധിക്കുകയാണെങ്കിൽ ഉപരിതല പിരിമുറുക്കം കുറയുന്നു, അതായത് സർഫസ് ടെൻഷൻ കുറയുന്നു. ഇനി പറയുന്നതിൽ ഏതാണ് ശരിയെന്നാണ്, ഏതാണ് നിരീക്ഷണം അല്ലെ? അപ്പൊ നമുക്കറിയാം എച്ചും ഇവിടെ എന്താ ഇക്വേഷനിലെ ടിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? എച്ച് പ്രൊപ്പോർഷണൽ ടു സർഫസ് ടെൻഷൻ ആണ്. അപ്പൊ എന്ത് വരും? സർഫസ് ടെൻഷൻ കുറയുമ്പോൾ ഹൈറ്റ് എന്താ ചെയ്യുക? കുറയുന്നു അല്ലെ? ജലനിരപ്പ് കുറയുന്നു. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടാൽ നമുക്ക് കിട്ടും അല്ലെ? എന്താണ് പട്ടാളത്ത് നമ്മൾ വെറുതെ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ പറയാറുണ്ട് എന്താണ്? അനുരണനം അല്ലെ? എന്താണ്? റെസണൻസിന്റെ കണ്ടീഷൻ പറയാറുണ്ട് അല്ലെ? അപ്പൊ അതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് മാർച്ച് ചെയ്യുമ്പോൾ പട്ടാളക്കാർ പാലത്തിൽ മാർച്ച് ചെയ്യാറില്ല. അതിന്റെ റീസൺ എന്താണ്? അതുമായിട്ട് റെസണൻസിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പാലം ബ്രേക്ക് ചെയ്യും. അതൊരു വലിയ കഥയായിട്ട് അവർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അനുരണനം ഉണ്ടായി. ഓക്കെ, അത്രയും മാത്രം നമുക്ക് മതി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 30 കിലോഗ്രാം ഭാരമുള്ള ഒരു സ്ലൈഡ് ഏകദേശം ഘർഷണശൂന്യമായ സമതലമായ ഐസിന്റെ ഉപരിതലത്തിൽ 5 മീറ്റർ നീളമുള്ള ഒരു കയറിൽ പോസ്റ്റിൽ കെട്ടിയിരിക്കുന്നു. ഒരു തട്ടൽ ലഭിച്ചതിനു ശേഷം സ്ലൈഡ് പോസ്റ്റിന്റെ ചുറ്റും ഏകസഞ്ചാര വൃത്തപാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. സ്ലൈഡ് ഓരോ മിനിറ്റിലും 10 പൂർണ്ണചക്രങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അതിന്റെ തീവ്രത എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇതെനിക്ക് ചെയ്തു വന്നപ്പോൾ 5.47 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാം. ഒരു ടൈം ലിമിറ്റിൽ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. എം എസ് ഈക്വൽ ടു 30 കിലോഗ്രാം ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മീറ്റർ ആണ് അല്ലെ? അപ്പൊ റൊട്ടേഷൻസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 10 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ആർ പി എമ്മിനെ നമുക്ക് റൊട്ടേഷൻസ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 10/60 ചെയ്താൽ മതി അല്ലെ? ഇനി ഒമേഗനെ 1/6 റൊട്ടേഷൻ പെർ സെക്കൻഡ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു. 5/3 റേഡിയൻ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. a equal to r omega square വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം 5 pi square by 9 which is 5.47 meter per second square ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചലഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചലഞ്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഒരേ പിണ്ഡവും ഒരേ ആരവും ഉള്ള ഒരു ഡിസ്കും ഒരു വളയവും അവയുടെ അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്നു. അപ്പോൾ ഡിസ്കിന്റെ കോണീയ പ്രവേഗം വളയത്തിന്റെ കോണീയ പ്രവേഗത്തിന്റെ ഇരട്ടിയാണ്. നമുക്കറിയാം ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്കിന്റെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അല്ലെ? ഇനി അടുത്ത 0.5 ഗ്രാം പിണ്ഡമുള്ള ഒരു ബ്ലോക്ക്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തതുപോലെ തോന്നും. എനിക്കൊന്ന് ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് അവരത് മാറ്റിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം കെയുടെ വാല്യൂ എത്രയാണ്? 200 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് മാസ് എന്ന് പറയുന്നത് 0.5 കിലോഗ്രാം ആണ് തന്നിരിക്കുന്നത് അല്ലെ? ഒമേഗ എന്താണ്? ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 200/0.5. നമുക്ക് ഏകദേശം 20 റാഡ് പെർ സെക്കൻഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് 400 ആണ് കിട്ടുക. ഇനി ടി ആണ് കാണേണ്ടത്. ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.31 സെക്കൻഡ് എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അല്പം ബീറ്റിന്റെ കൺസെപ്റ്റ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ബീറ്റ് ഇവിടെ ലൈവ് സെഷൻ എടുത്തപ്പോൾ ബീറ്റിന്റെ കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇവിടെ എന്ത് ചെയ്താൽ മതി? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് ഇവിടെ 10 സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻറ്റു 10 ചെയ്താൽ ആൻസർ 40 കിട്ടും അല്ലെ? ഇനി അടുത്തത് ഒരു കുളൂം ചാർജിൽ ഏകദേശം എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നോക്കുക, ഒരു കുളൂം നമ്മളിവിടെ ചാർജ് ക്വാണ്ടീകരണം എന്ന് പറയുന്ന ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിനെ കുറിച്ചുള്ള നമ്മുടെ ക്ലാസ്സിന്റെ നോട്ട്സിൽ വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. Q is equal to Ne എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് വളരെ ഡയറക്റ്റ് ആയിട്ട് 1 coulomb by ചാർജ് ഓഫ് ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നതാണ് അല്ലെ? ഡൈപോൾ മൊമെന്റ് എന്നതിന്റെ ഡയമെൻഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കുക, ഡൈപോൾ മൊമെന്റ് ഡയമെൻഷൻ ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിൽ കറക്റ്റ് കൊടുത്തിരുന്നതാണ് LTA അല്ലെ?
അപ്പം ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഗതിശീലതയുടെ SI യൂണിറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഡയമാഗ്നറ്റിക് പദാർത്ഥങ്ങൾക്ക് ഉദാഹരണം, ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഓപ്ഷൻ ബി കാൽഷ്യവും ഡയാമാഗ്നറ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഡിവിഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് L നീളമുള്ള ഒരു ലോഹദണ്ഡിനെ സമകാന്തിക മണ്ഡലം ബിക്ക് ലംബമായി പ്രവേഗത്തിൽ ചലിപ്പിക്കുകയാണെങ്കിൽ രണ്ടറ്റങ്ങളും പ്രേരിതമാകുന്ന EMF. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ ബി BLV ആണ് റൈറ്റ് ആൻസർ. പ്രതിരോധം മാത്രമുള്ള സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എത്രയാണ്? 1 ആണ് പവർ ഫാക്ടർ. അടുത്ത ഒരു റിവേഴ്സ് ബയസ് ജനറൽ ഡയോഡിന്റെ ആന്തരിക ഷീൽഡ് എമിഷൻ ആവശ്യമായ വൈദ്യുത മണ്ഡലം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആകുമ്പോൾ ആക്റ്റീവ് റീജിയനിലാണ്. ഓക്കെ, അടുത്ത നോക്കുക, സാർവത്രിക ഗേറ്റുകൾ. ഗേറ്റുകളുടെ കൺസെപ്റ്റ് നമ്മൾ എടുത്തതാണ്. നാൻഡ് നോർ ആണ് സാർവത്രിക ഗേറ്റുകൾ. നോർ ആണ് ആൻസർ വരുന്നത് അല്ലെ. പിന്നെ N ടൈപ്പ് അർദ്ധചാലകങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഗ്രൂപ്പ് 15 അതായത് നമ്മുടെ പെന്റാവാലന്റ് ആയിട്ടുള്ളതാണ് അതിൽ വരുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിനകത്ത് നിങ്ങൾ ക്രാക്ക് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ SBയും ബിസ്മുത്തും രണ്ടും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ക്വസ്റ്റ്യൻ എറർ ആയിട്ട് പോകും അല്ലെ. ഇനി അടുത്ത് നോക്കുക, റിഫ്ലക്ഷൻ ക്രിട്ടിക്കൽ കോണുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതാണ് വളരെ കൃത്യമായിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ക്രിട്ടിക്കൽ കോണിന്റെ കണ്ടീഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഓപ്ഷൻ സി അല്ലെ, ഒരു ഇത് നടക്കണമെങ്കിൽ ഡെൻസർ മീഡിയം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഡെൻസർ മീഡിയത്തിലേക്ക് റെയറർ മീഡിയത്തിലേക്ക് ആയിരിക്കും ലൈറ്റ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പോകേണ്ടത് അല്ലെ. അപ്പോൾ അതും വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി വ്യതിയാനം. എൻട്രോപ്പി വ്യതിയാനം എന്ന് പറയുന്നത് എന്താണ്? എൻട്രോപ്പിക്ക് മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ, റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പിക്ക് ചേഞ്ച് സംഭവിക്കുന്നില്ല. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തത് നോക്കുക, ലേസർ നിർമ്മാണം. ലേസർ നിർമ്മാണത്തിൽ നമുക്കറിയാം അല്ലെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, 3 തരത്തിലുള്ള ലേസേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് ആ ക്വസ്റ്റ്യനിൽ അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അതൊരു സിമ്പിൾ ഒറ്റയടിക്കുന്നല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് വിവിധതരം ലേസറുകളൊക്കെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടാവുന്നതാണ് അല്ലെ. ഇനി അടുത്ത നോക്കുക, പ്രകാശം ബ്രൂസ്റ്റേഴ്സ് കോണിൽ സുതാര്യ വസ്തുവിൽ വന്ന് പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ഫിഗർ വെച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇത് നോക്കിയേ, റിഫ്ലക്റ്റഡ് റേ ആയിരിക്കും ഫുള്ളി പോളറൈസ്ഡ്. ഓപ്ഷൻ എ ആണ്. പ്രതിഫലന രശ്മിയാണ് ഫുള്ളി പോളറൈസ്ഡ് ആയിട്ട് വരിക. ഇനി അടുത്ത് നോക്കുക, ഫ്രിഞ്ച് വിഡ്ത്ത്. ഫ്രിഞ്ച് വിഡ്ത്ത് നമ്മൾ പറഞ്ഞതാണ് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിനകത്ത് നോക്കുക, ലാംഡ എന്ന് പറയുന്നതിനെയാണ് ഫ്രിഞ്ച് വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ പിന്നെ നമ്മൾ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, വിബ്ജിയോർ അല്ലെ. വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസിങ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ ലാംഡയ്ക്ക് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണെങ്കിൽ റെഡ് ലൈറ്റിനായിരിക്കും കൂടുതൽ ഫ്രിഞ്ച് വിഡ്ത്ത് വരിക അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇനി നോക്കുക, ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? രാമൻ സ്കാറ്ററിംഗ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് കണ്ടോ, ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ, രാമൻ സ്കാറ്ററിംഗ്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലെ നോട്ടാണ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഈ നോട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വളരെ കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപ്പൊ ഏതിലാണ് പ്രകാശത്തിന്റെ വേഗത കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ക്ലാസ്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ 1.3 ഏറ്റവും കുറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലുള്ളതായിരിക്കും ഏറ്റവും വേഗം. അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നതാണ് അല്ലെ. അടുത്ത ഒപ്റ്റിക് ഫൈബറിന്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ ഇക്വേഷൻ പഠിച്ചാണ് അല്ലെ, √(n1² - n2²). n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആണ് അല്ലെ. ഇതും നമ്മുടെ ക്ലാസ്സിലെ നോട്ട് തന്നെയാണ് ഇവിടെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് പഠിച്ചിരുന്ന ഒരാൾക്ക് കറക്റ്റ് ആയിട്ട്, നിങ്ങൾ ഒത്തിരി ഡീപ്പായിട്ട് ഒന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ക്ലാസ്സുകളിൽ വളരെ കൃത്യമായിട്ട് പറയും, നിങ്ങൾ കാട് കയറി പഠിക്കാതെ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാം അല്ലെ. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ എക്സാമിൽ വിറ്റ്നസ് ചെയ്തത്. അത് കേൾക്കാതെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയും അവസാനം കറക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാത്തവർക്കാണ് ഈ ഒരു എക്സാമിൽ ഒരു മോശം പെർഫോമൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കുക അല്ലെ.
ഓക്കെ, അപ്പം 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ട് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ ഫേസ് സ്പേസ് ഡയമെൻഷൻ എന്താണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് 6 ആണ് ഫേസ് സ്പേസ് ഡയമെൻഷന്റെ ഇക്വേഷൻ. അപ്പൊ രണ്ട് പാർട്ടിക്കിൾ ആണ്. അപ്പൊ 6 × 2 12 ആണ് ആൻസർ വരിക. സാധാരണ താപനിലയിൽ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിലോ താഴെ പറയുന്നവയിൽ ഏത് കണികളാണ് അനുസരിക്കുന്നത്? ഏതാണ്? ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ് ആണ് അനുസരിക്കുന്നത് അല്ലെ. അടുത്തത് നോക്കുക. ഹൈഡ്രജൻ ബാൾബർ ശ്രേണിയിൽ ബാൾബർ ശ്രേണിയിൽ നമുക്കറിയാം വിസിബിൾ ആണ് അതിന്റെ ആൻസർ വരുന്നത് അല്ലെ. വിസിബിൾ ആണ് ആൻസർ വരുന്നത്. ഇനി സൂപ്പർ കണ്ടക്ടിവിറ്റി ഫിഗർ വരച്ചിട്ട് നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സൂപ്പർ കണ്ടക്ടിവിറ്റി ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് അല്ലെ. ഫിഗർ വരച്ചിട്ട് നമ്മളിത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ എല്ലാ കൺസെപ്റ്റുകളും എല്ലാ കൺസെപ്റ്റുകളും വളരെ നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൈഡ്രജൻ ആറ്റത്തിൽ ബോർ മോഡൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. -13.6/n² ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ. അടുത്ത ഷ്രോഡിംഗർ സമവാക്യം. നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. അതിന്റെ സമവാക്യങ്ങൾ പഠിച്ചു നമ്മുടെ ക്ലാസ്സിലുള്ള. പിന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യന് മില്ലർ ഇൻഡിസസിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതും നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മൾ മില്ലർ ഇൻഡിസസിൽ ഈ ഒരു പ്രോബ്ലം കറക്റ്റ് ആയിട്ട് നമ്മൾ ലൈവിൽ വരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബ്രാഗ് നിയമങ്ങൾ n λ = 2d sin θ ആണെന്ന് പഠിച്ചു. ഇവിടെ ചോദിച്ച് d കുറച്ചാൽ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്കറിയാം n λ/2d എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ sin θ വരുന്നത് അല്ലെ. അപ്പൊ d കുറച്ച് കഴിഞ്ഞാൽ sin θ കൂടും. sin θ കൂടുന്നു വെച്ച് കഴിഞ്ഞാൽ തീറ്റയ്ക്ക് എന്ത് സംഭവിക്കുന്നു ചെക്ക് ചെയ്താൽ മതി, അതും കൂടും. ബോർ മോഡൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഞാൻ ഓൾറെഡി കാണിച്ചു. എന്താണ്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് n × h/2π ആണ് അല്ലെ. അടുത്ത ഡിഫ്രാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇനി അടുത്തത് തരംഗ ദൈർഘ്യം അതിന്റെ ആക്കം അനുസരിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. λ = h/p. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെക്ടർ ആറ്റം മാതൃക ഇനി പറയുന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പൊ വെക്ടർ ആറ്റം മോഡൽ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ്. ഒരു ഇലക്ട്രോണിന്റെ കോണീയ ആക്കം, ആംഗുലാർ മൊമെന്റം, വ്യാപ്തം, മാഗ്നിറ്റ്യൂഡ്, ദിശയും കണക്കിലെടുത്തിട്ടാണ് നമ്മൾ വെക്ടർ ആറ്റം മാതൃകയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെ. അപ്പൊ ആ ഒരു ആറ്റം മോഡൽ എന്താണെന്ന് ജസ്റ്റ് വേഗ് ആയിട്ടെങ്കിലും അറിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ 60ാമത്തെ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ 60 ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിൽ നിന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 60 ക്വസ്റ്റ്യനിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു 40 ക്വസ്റ്റ്യനിൽ പകുതിയോളം ക്വസ്റ്റ്യന് മുകളിൽ നമ്മൾ ഇവിടെ ഡിറ്റോ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിച്ച ഒരാൾക്ക് കറക്റ്റ് കറപ്പിക്കാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെ. പിന്നെയുള്ള ഒരു കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ചിലപ്പോൾ മാത്തമാറ്റിക്കലി ഒന്ന് ചെയ്ത് നോക്കുക, അത്രയും ആവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ കൂടി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് നമുക്ക് അത്രയും വലിയ പാരഗ്രാഫ്സ് വായിച്ചാൽ ചിലപ്പോൾ ആ ഒരു നിമിഷം നമുക്കിപ്പോൾ പുറത്തിറങ്ങിയിട്ട് അത് വായിച്ചാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പക്ഷെ എക്സാമിന്റെ ടെൻഷനിലും ടൈമിന്റെ ഒരു ലിമിറ്റേഷനിലും ഒക്കെ വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്താ പറയാ ക്ലിയർ ആയിട്ട് അത് അങ്ങോട്ട് പ്രോസസ് ചെയ്ത് എടുക്കാൻ പറ്റിക്കോണമെന്നില്ല. അത് നോർമലി സംഭവിക്കുന്നതാണ്. എങ്കിൽ കൂടി 40ൽ ഒരു 23 മാർക്ക് നിങ്ങൾക്ക് ഉണ്ടോ നോക്കുക. 20+ മാർക്ക് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ടുള്ള രീതിയിലല്ല അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷൻ അല്ല ഈ HSA ഫിസിക്കൽ സയൻസ് എക്സാമിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. അപ്പൊ എക്സാമിന്റെ ഒരു ലെവൽ നോക്കുവാണെങ്കിൽ മോഡറേറ്റ് ലെവലിനെ പറയാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിനെ ഓറിയന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇനി ഒരു എക്സാം ആകുമ്പോൾ 40 ക്വസ്റ്റ്യനും ഹൈ ലെവലോ അല്ലെങ്കിൽ ഈസി ലെവലോ മോഡറേറ്റ് ലെവലോ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ഡിഫിക്കൽട്ട് ലെവൽ ഉണ്ടായിരുന്നു, മോഡറേറ്റ് ലെവൽ ഉണ്ടായിരുന്നു, ഈസി ലെവൽ ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു HSA എക്സാമിനോട് അല്ലെങ്കിൽ ഒരു തസ്തികയോട് നീതി പുലർത്തുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഈ HSA ഫിസിക്കൽ സയൻസിന് നമുക്ക് മുമ്പിലുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഒരു മിനിമം പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ,